നിയമത്തിന്റെ വഴിയിൽ മുന്നോട്ടു പോകും എന്നായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ BJP നേതൃത്വം പ്രതികരിച്ചത്. പക്ഷേ രാജ്യം ഒന്നാകെ ഇത് പ്രതിപക്ഷ സഖ്യത്തെയും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയും ഒതുക്കാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ BJP നടത്തുന്ന നീക്കങ്ങളാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. പലയിടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി. ഇന്ത്യ സഖ്യം ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഇങ്ങനെയൊക്കെ വലിയ രാഷ്ട്രീയ ചേരിപ്പോരുകൾ ഇതിൻ്റെ തുടർച്ചയായി സംഭവിക്കുന്നുണ്ട് രാജ്യത്ത്. BJP ഈ വിഷയത്തിൽ ഇനി എടുക്കാൻ പോകുന്ന സമീപനം എന്തായിരിക്കും? എന്ത് തുടർ നീക്കങ്ങളെക്കുറിച്ചാണ് BJP കേന്ദ്രങ്ങൾ ആലോചിക്കുന്നത്? ഗോപികൃഷ്ണൻ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഇത് പ്രതിപക്ഷ നേതാക്കളുടെ വേട്ടയാടൽ എന്ന് ആരോപിക്കുമ്പോൾ BJP ഇതിനെ കൃത്യമായി ഒരു രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റുകയാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഈ മദ്യനയ അഴിമതി എക്കാലത്തെയും ഡൽഹി കണ്ട വലിയ അഴിമതിയാണെന്നുള്ളൊരു പ്രചാരണം ആണ് BJP നടത്തുന്നത്. 100 കോടിയുടെ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട്. ഇത് 100 കോടി രൂപ ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റിയതിന്റെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണ് എന്നതാണ് BJP ആവർത്തിച്ചു വരുന്ന ആരോപണം. ഒപ്പം തന്നെ ഇന്നലെ ഈ അറസ്റ്റിന് ശേഷം പല BJP വക്താക്കളും നേതാക്കളും പ്രതികരിച്ചത് ഈ സത്യത്തിന് ഒരു കാലത്തും ഒളിച്ചിരിക്കുവാൻ കഴിയില്ല, അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമായാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഒരു കള്ളനെ പോലെ ഒളിച്ചോടുകയാണ് അരവിന്ദ് കെജ്രിവാൾ ED സമൻസിന് ചെയ്തത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. അതായത് കൃത്യമായി അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒപ്പം ഒരു പ്രചരണമാക്കിയാണ് BJP ഈ വിഷയത്തെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതായത് ഇതിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടം കൊയ്യുക എന്നൊരു ലക്ഷ്യം കൂടി കാണുന്നുണ്ട്. കാരണം ഈ മദ്യനയ അഴിമതി കേസ് മാത്രമല്ല, അതിനുശേഷം പുതിയതായി രജിസ്റ്റർ ചെയ്ത ഈ ജൽ ബോർഡുമായി ബന്ധപ്പെട്ട ക്രമക്കേടാണെങ്കിൽ കൂടിയും ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തുള്ള ഒരു പ്രചരണം കൂടി BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതായത് ഡൽഹി സർക്കാർ എല്ലാ കാര്യങ്ങളിലും, എല്ലാ പദ്ധതികളിലും, എല്ലാ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ എല്ലാ തരത്തിലുള്ള വികസന പദ്ധതികളിലായിരുന്നാലും അതിലെല്ലാം അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലാണ് BJP പ്രചരണം നടത്തുന്നത്. അതിൽ ഈ മദ്യനയ അഴിമതി കേസാണ് ഏറ്റവും വലിയ പ്രചരണമാക്കി മാറ്റിയിരിക്കുന്നത്. കാരണം അവർ പറയുന്നത് മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, അതുപോലെ തന്നെ സത്യേന്ദ്ര ജെയിൻ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ, അങ്ങനെ എല്ലാ മുതിർന്ന നേതാക്കളും ഈ അഴിമതിയിൽ ഭാഗമായിട്ടുണ്ട്. അതിൽ മുഖ്യ സൂത്രധാരനായി അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ ED മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ കൂടി BJP ചേർത്ത് വച്ചുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ ആം ആദ്മിക്ക് നേരെ ഉന്നയിക്കുന്നത്. കാരണം ED വൃത്തങ്ങൾ അറിയിച്ചത് 100 കോടി രൂപ കൈപ്പറ്റി എന്നുള്ളതാണ്. ഇതിൽ സൗത്ത് ലോബിയുമായിട്ടുള്ള ബന്ധം, അതിന് സൂത്രധാരയായി പ്രവർത്തിച്ചത് കവിതയാണ് എന്നതടക്കമുള്ള ആരോപണം ED ഉന്നയിക്കുന്നുണ്ട്. ഇതാണ് BJPയും പ്രചരണമായി ഇപ്പോൾ ഡൽഹിയിൽ ഉപയോഗിക്കുന്നത്. ഒരു വശത്ത് ആം ആദ്മി പ്രതിഷേധവുമായി ഇറങ്ങുമ്പോൾ മറുവശത്ത് ഇത് കൃത്യമായി ഒരു പ്രചരണമാക്കി കൂടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. BJP ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ സമീപനം സംബന്ധിച്ച വിവരങ്ങളാണ് R. അച്യുതൻ നൽകിയത്. നമുക്ക് ഇനി നോക്കാനുള്ളത് ആം ആദ്മി പാർട്ടി ഏത് തരത്തിലാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റിലായ സാഹചര്യത്തിലും ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്തുമെന്ന് ആം ആദ്മി പാർട്ടി പറയാനിടയായ സാഹചര്യം എന്താണ്? ഒരു ഭരണ പ്രതിസന്ധി ഡൽഹിയിൽ രൂപപ്പെടുകയാണോ? ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ചേരുന്നു. ബൽറാം, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അറസ്റ്റിലായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് ഡൽഹി ഭരണം കെജ്രിവാൾ നടത്തുക എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത് ജയിലിൽ കിടന്നാണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ അവിടെ നിന്ന് ഭരിക്കുമെന്നാണ്. ഇതൊരു ഭരണ പ്രതിസന്ധി ഡൽഹിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇതൊരു അസാധാരണമായ സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളെ കുറിച്ചാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും? ഗോപികൃഷ്ണൻ, തീർച്ചയായും മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോകുമ്പോൾ അതൊരു ഭരണപ്രതിസന്ധിക്ക് ഇടയാക്കും എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആം ആദ്മി പാർട്ടി ഇത് നേരത്തെ മുതൽ തന്നെ മാസങ്ങളായി നടത്തിയ ചർച്ചകൾക്ക് ഒടുവിൽ എടുത്ത തീരുമാനമാണ് കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയായി ജയിലിലായാലും തുടരുക എന്നുള്ളത്. അത് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ മുഖം അത് മാറാതിരിക്കാനുള്ള ഒരു തീരുമാനവും ഒപ്പം തന്നെ ഇത്തരത്തിൽ മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് പാർട്ടി പോകാതിരിക്കുന്നതിനും ഒപ്പം തന്നെ കെജ്രിവാൾ എന്ന ആം ആദ്മി പാർട്ടിയുടെ മുഖവും രാജ്യത്താകമാനം അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമുള്ള നേതാവിനെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണമാണ് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണം നടത്താൻ കൂടി ലക്ഷ്യം വെച്ചാണ് ആ തീരുമാനം
തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും പ്രതിസന്ധിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്ന് ചേരാനിരുന്ന ഡൽഹിയുടെ നിയമസഭാ സമ്മേളനം മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ മാസം 27-ന് സമ്മേളനം ചേരും എന്നാണ് സ്പീക്കറുടെ തീരുമാനമനുസരിച്ചാണ് ഇത് എന്നാണ് ഈ ഡെപ്യൂട്ടി സെക്രട്ടറി നൽകിയിരിക്കുന്ന അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന അറിയിപ്പിൽ കാരണമെന്നാൽ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയാണ് ഇതിന് പിന്നിലുള്ള കാരണം എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരുവിലേക്ക് പ്രതിഷേധം എത്തിക്കുക, ശക്തമായ പ്രതിഷേധം രാജ്യത്താകമാനം സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ മുതിർന്ന നേതാവ് വരെ അറസ്റ്റിലായ ഘട്ടത്തിൽ ഇതിനെതിരെ രാഷ്ട്രീയം നിയമപരമായി നേരിടുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ശക്തമായ പ്രതിഷേധം ഡൽഹിയിലെ തെരുവുകളിലടക്കം നടത്തുക എന്നുള്ളതാണ്. എന്നാൽ കടുത്ത നിയന്ത്രണങ്ങൾ ഈ ഡൽഹി നഗരത്തിൽ എല്ലായിടത്തും ഉണ്ട്. കഴിഞ്ഞ രാത്രി മുതൽ തന്നെ ഡൽഹിയുടെ പ്രധാന പാതകൾ എല്ലാം തന്നെ ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെയും BJPയുടെയും ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് DDU മാർഗിന്റെ ഏതാണ്ട് 1/2 കിലോമീറ്ററിൽ താഴെ മാത്രം അകലെയാണ്. ഈ രണ്ട് കെട്ടിടങ്ങൾക്കും ഇടയിലായി ശക്തമായ ബാരിക്കേഡുകളും പോലീസ് സുരക്ഷയും തീർത്തിരിക്കുന്നു ഡൽഹി പോലീസ്. അത്രത്തോളം ശക്തമായ പ്രതിഷേധം ആം ആദ്മി പാർട്ടി പ്രവർത്തകരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ആളുകൾക്ക് ഇവിടേക്ക് വരുന്നതിന് നിയന്ത്രണമുണ്ട്. ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം ഈ പരിസരത്ത് ഈ റോഡിന്റെ ഇരുവശവും പ്രധാന കെട്ടിടങ്ങളെല്ലാം തന്നെ പാർട്ടി ഓഫീസുകളും സംഘടനകളുടെ ഓഫീസുകളുമാണെങ്കിൽ അതിന് പിൻവശമുള്ള വീടുകളിൽ പ്രധാനമായും ഹൗസിംഗ് കോളനികൾ അടക്കമുള്ള ഇടങ്ങളിൽ പ്രതിഷേധങ്ങൾക്കോ ആളുകൾ സംഘടിക്കാനുള്ള സാധ്യതയോ കണക്കിലെടുത്ത് പ്രത്യേക പട്രോളിംഗ് സംഘം ഇവിടെയെല്ലാം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. ഡൽഹി പോലീസ് കനത്ത സുരക്ഷ തന്നെ ഈ വിഷയത്തിൽ ഒരുക്കിയിരിക്കുന്നു. എന്നാൽ നമുക്ക് കാണാം, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയമാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അറസ്റ്റിലാകുന്നത്. ആ ഘട്ടത്തിൽ ഡൽഹിയുടെ തെരുവുകൾ അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ആം ആദ്മി പാർട്ടി. എന്നാൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഇത്തവണ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് മാത്രമാണ് പോലീസ് കയറ്റിവിടുന്നത്. പ്രതിഷേധങ്ങളെ പരമാവധി തടയാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആ നിയന്ത്രണങ്ങളുടെ ഫലമായി തന്നെയാണ് ആളുകൾക്ക് ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പലയിടങ്ങളിലും അവർ ഉള്ള ഇടങ്ങളിൽ തന്നെ പ്രതിഷേധിക്കുകയാണ്. നമുക്ക് കാണാം, ഈ ഓഫീസിന്റെ ഇരുവശവും ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് അടച്ചിട്ടുണ്ട്. വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. നടന്നു വരുന്നതിന് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത്രത്തോളം ശക്തമായ ക്രമീകരണങ്ങൾ പോലീസ് നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ആം ആദ്മി ശരി, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അടിയന്തരമായി ഇതിൽ വാദം കേൾക്കണം എന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെ അടിയന്തരമായി വാദം കേൾക്കണം, ഹർജി അടിയന്തരമായി പരിഗണിക്കണം എന്നുള്ളതാണ്. അക്കാര്യം കോടതി അംഗീകരിച്ചിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി തുടർ നടപടികൾ അധികം വൈകില്ല. വളരെ വേഗം തന്നെ എന്താണ് അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നറിയാം. പക്ഷേ ഗുരുതരമായ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നത് ഡൽഹിയിൽ ഒരു ഭരണ പ്രതിസന്ധി രൂപപ്പെടാൻ നിൽക്കുന്നു. അവിടെ ആം ആദ്മി പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി അറസ്റ്റിലായാലും ജയിലിൽ നിന്നുകൊണ്ട് ഡൽഹിയുടെ ഭരണം നടത്തുമെന്നുള്ളതാണ്. ഇത് പ്രായോഗികമായി എങ്ങനെ സാധ്യമാകുമെന്നൊരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി ആയിരിക്കെ ഒരാൾ അറസ്റ്റിലായാൽ എങ്ങനെയാണ് ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് സംബന്ധിച്ച് ഭരണഘടനയിലോ മറ്റേതെങ്കിലും ചട്ടങ്ങളിലോ പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് അസാധാരണമായ ഒരു സ്ഥിതിവിശേഷം രാജ്യത്തുണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിയായ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു. അവിടെ ഭരണ സംവിധാനങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. രാജിവെക്കില്ല അരവിന്ദ് കെജ്രിവാൾ എന്ന നിലപാട് ആം ആദ്മി പാർട്ടി ഉറച്ച നിലപാട് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തുടർന്ന് അങ്ങോട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിലുള്ള അവ്യക്തത ശക്തമായി തന്നെ തുടരുകയാണ്. ഇക്കാര്യത്തിൽ കോടതി എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. ഏതായാലും ആം ആദ്മി പാർട്ടിയുടെ ഹർജി കോടതി അതിവേഗം പരിഗണിക്കാൻ പോകുന്നു എന്ന വിവരം വരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി സംഘടിപ്പിക്കാൻ പോകുന്ന പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്തായിരിക്കും, രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഈ വിഷയത്തോട് എങ്ങനെയാണ് വരും മണിക്കൂറുകളിൽ പ്രതികരിക്കാൻ പോകുന്നത്, BJP ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കാൻ പോകുന്നത് എന്ത് വാദം ഉയർത്തിയായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. സമ്പൂർണ്ണമായ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരും.